ഒരു നിർണായക ഘട്ടത്തിൽ നമ്മൾ ഈ കല്യാണ വിഷയത്തിലേക്ക് ഇറങ്ങിയതാണ്. നമ്മളെ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് വളരെ പാവങ്ങൾ, ഈ പാടി എന്നൊക്കെ പറഞ്ഞ ചായത്തോട്ടത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് പാവങ്ങളെ 30-35 വയസ്സായ പെൺകുട്ടികളൊക്കെ ഒരു ഉമ്മയുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ പാവങ്ങളാണ്. 10-36 വയസ്സിലൊരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഉമ്മാൻ്റെ കയ്യിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്വർണം കൊടുക്കുമ്പോൾ നമ്മളത് പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ ആ ഉമ്മ ഉണ്ട് ഒരു കരച്ചിൽ. ആ ഉമ്മ പറഞ്ഞത് എന്താ അറിയോ? ഈ 36 വയസ്സിൻ്റെ മോൾക്ക് ഇതുവരെ എൻ്റെ കുട്ടി ഒരു സ്വർണത്തിൻ്റെ മോതിരം പോലും ധരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പാടികൾ താമസിക്കുന്ന ആ പാവങ്ങൾ. നമ്മളൊരു മോളെ ഇറക്കി വിടുമ്പോൾ നമ്മളെ സ്ഥിതി എന്താ? അത് ഓർത്തിട്ട് അങ്ങനെ ശൈഖുന പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിങ്ങളൊക്കെ ദ്വാരക്കണം, തട്ടാൻ പറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉമ്മയോട് ഉമ്മ 800ഓളം കുടുംബമായി, ഞാൻ അടുത്ത കൊല്ലാക്കാറ്. ആ ഉമ്മ മോൾക്ക് പുതിയാപ്ര ശരിയായ സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത കൊല്ലാക്കാന്ന് പറഞ്ഞപ്പോഴേ ആ ഉമ്മയുടെ മനസ്സ്, ആ വെപ്രാളം കണ്ണീര് കാണണം. എന്നിട്ട് ആ ഉമ്മ പറയുക, എൻ്റെ 2 കിഡ്നി വിൽക്കാൻ വല്ല വഴിയുണ്ട്. ആ ഉമ്മയുടെ വാക്കതുപോലെ പറയാം, ഇത് വിറ്റിട്ടെങ്കിൽ എൻ്റെ കുട്ടിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വഴി. ഒരു തള്ളൻ്റെ മനസ്സാണ്. മോളെ, നിങ്ങളെപ്പോലത്തെ രക്തവും മജ്ജയും മാംസവുമുള്ള 30, 35, 25 വയസ്സുള്ള പെൺമക്കളുണ്ട്. 25, 30, 50 പവനൊക്കെ ധരിച്ച് നടക്കുന്ന മോളെ, നിങ്ങളെപ്പോലത്തെ പാവങ്ങൾക്ക് ഒരു ചെറിയ മോതിരെങ്കിലും കൊടുത്തിട്ട് അവർക്കൊരു ജീവിതം ഉണ്ടാക്കാൻ നിങ്ങൾ സഹായിക്കണേ എന്ന് എൻ്റെ പെൺമക്കളോട്, എൻ്റെ പെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉപ്പാന ജീവിതത്തിൽ കാണാത്തൊരു പെണ്ണ്. കാരണം ആ പെണ്ണിൻ്റെ 1 വയസ്സ് തികഞ്ഞപ്പോഴേക്കും വാപ്പ മരിച്ചു പത്രേ. ഉമ്മ എന്നൊരു തണല് ആ പെണ്ണിനങ്ങനെ നോക്കി 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 വർഷങ്ങളോളം 30 വയസ്സിലേറെ വളർത്തി. ഉമ്മാൻ്റെ ദുആ, എൻ്റെ മോൾക്കൊരു ജീവിതം കിട്ടിയിട്ട് മരിക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാ, ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോൾ ഈ ദീനുള്ള പെൺകുട്ടി പാടന്തറ മർക്കസിലേക്ക് ഒരു കുറിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താണ് ആ കുറിപ്പ് അറിയോ? എൻ്റെ ഉപ്പാൻ്റെ മുഖം കണ്ടിട്ടില്ല. ഉമ്മ ഒരു തണലുണ്ടായിരുന്നു, ഉമ്മയും പോയി. ഇനി ഞാൻ കുടുംബ വീട്ടിൽ, ഒരു ചെറിയ പെൺകുട്ടിയല്ലല്ല, 10-30 വയസ്സ് കഴിഞ്ഞ പെണ്ണല്ലേ, കുടുംബ വീട്ടിൽ താമസിക്കണം. അപ്പോൾ ഒരു ഭാരമാകും. റസൂലുള്ള പൊരുത്തപ്പെടുന്ന വിധത്തിൽ മരിക്കാൻ എന്തെങ്കിലും വഴി. ആ പെണ്ണ് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഇസ്ലാമിലുണ്ടോ? മോളെ അരുത്, അല്ല മോളെ കൊടുക്കൂല. എൻ്റെ സഹോദരങ്ങളെ, പാടന്തറ മർക്കസിൽ നടന്ന ആ സമൂഹ വിവാഹങ്ങളിൽ ഇതുപോലത്തെ കുറേ പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് വെറുതെ ഇറങ്ങിയതല്ല. നിങ്ങളുടെ ഒരു സഹായം, അടുത്ത ഏപ്രിൽ 5-ാം തീയതി 850ഓളം പാവങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ നിങ്ങൾ വിഷമമില്ലാത്തവരൊന്ന് വരുമോ? 1000ങ്ങളുടെ കണ്ണീര് കാണാം.